അട്ടപ്പാടി കീരിപ്പാറയിൽ പരുക്കുപറ്റിയ കൊമ്പൻ ചരിഞ്ഞു. ആനകൾ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് കൊമ്പന് പരുക്കേറ്റത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ദൃശ്യങ്ങൾ വല്ലാതെ കാര്യം, കാട്ടാനകളുടെ ആക്രമണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും ഇതുപോലൊരു ജീവിഭാവം അത് ചരിഞ്ഞു എന്നുള്ള വാർത്ത വരുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ശ്രീകുമാരനാണ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് അല്ലേ? ശ്രീജിത്ത് പറയൂ, എപ്പോഴാണ് ഈ കൊമ്പൻ ചരിഞ്ഞത്? വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ലേ ഇതിനെ രക്ഷിക്കാൻ? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവർ ചികിത്സിച്ചു എന്ന് പറയുന്നു. പക്ഷേ നാട്ടുകാരും അതുപോലെ തന്നെ മൃഗസ്നേഹികളും പറയുന്ന കാര്യമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ്. 2 ദിവസം മുമ്പ് കണ്ടു, അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് ഇത്തരത്തിൽ കണ്ടു എന്നൊരു വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആണ് അറിയിക്കുന്നത്. പക്ഷേ 2 ആഴ്ചയായി ഇത്തരത്തിൽ കാട്ടിൽ കിടക്കാൻ തുടങ്ങിയിട്ട് എന്ന് പരിസരവാസികളും പറയുന്നുണ്ട്. കാര്യമായ രീതിയിൽ കൊമ്പുകൊണ്ടുള്ള കുത്തടക്കം ഏറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 2 കൊമ്പന്മാർ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് ഇത്തരത്തിൽ പരിക്ക് പറ്റിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചികിത്സിക്കാൻ ആവശ്യമായ പ്രാഥമിക നടപടിയിലേക്ക് വനംവകുപ്പ് കടന്നിരുന്നു. പക്ഷേ ഉൾവനമാണ്, അങ്ങോട്ടേക്ക് എത്തിപ്പെടുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇന്ന് രാവിലെ തീർത്തും ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു. ഇന്നലെ ഏതാണ്ട് ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അവസ്ഥയിലേക്കൊക്കെ മാറിയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ കാര്യമായ രീതിയിലുള്ള കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ സമയം മുൻപ് കാട്ടാന ചെരിഞ്ഞു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. എന്തായാലും വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. കാര്യമായ രീതിയിൽ ഈ ആനയുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് കടന്നില്ല എന്നൊരു ആക്ഷേപം നാട്ടുകാരുടെ അല്ലെങ്കിൽ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട്. പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ നടക്കും. കാട്ടിൽ തന്നെ ജഡം സംസ്കരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ എന്താണ്, ഏതു തരത്തിലുള്ള മുറിവാണ്, പരിക്കാണ് മരണത്തിന് കാരണമായത് എന്നത് പറയാനാകുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ക്രിസ്റ്റീന, സ്മിത.